പത്തനംതിട്ട പൂങ്കാവ് ലൈഫ് കെയർ ആശുപത്രിയിൽ ജനറേറ്ററിന് തീപിടിച്ചു. ആശുപത്രിയിലെ എക്സ്റേ മെഷീനുകൾ ഉൾപ്പെടെ കത്തിനശിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എപ്പോഴാണ് ഈ സംഭവം? തീപിടുത്തത്തിന് കാരണമെന്താണ്? വിശദാംശങ്ങൾ എന്താണ് ജയശങ്കർ? ജയശങ്കർ, കേൾക്കാമോ? ജയശങ്കർ, അതായത് കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി തീപിടുത്തം ഉണ്ടായത്. ആശുപത്രിയിൽ സ്കാനിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടെ ഈ തീപിടുത്തത്തിൽ നശിച്ചു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഈ തീ അണച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഈ തീപിടുത്തത്തിൽ ഉണ്ടായെന്നാണ് പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം. ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നും പ്രാഥമികമായി ഫയർഫോഴ്സ് ഈ കാര്യത്തെ കുറിച്ച് പറയുന്നു. എന്തായാലും മറ്റ് ആശങ്കകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇത് രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ബാധിച്ചിട്ടില്ല. എന്തായാലും സ്കാനിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടെ ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ആശുപത്രിക്ക് ഈ തീപിടുത്തത്തിൽ സംഭവിച്ചത്. ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തു. ജയശങ്കർ, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ജയശങ്കർ, വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളില്ല. സ്കാനിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടെയാണ് ഈ തീപിടുത്തത്തിൽ നശിച്ചതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ തന്നെ ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ ഫയർഫോഴ്സും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലെ അധികൃതരും എല്ലാം ചേർന്ന് ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തി. അങ്ങനെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റു തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. തീ നിയന്ത്രണ വിധേയമാണ്. ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം. കൊന്നിയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി കൂടിയാണ് ഇത്. നിരവധി രോഗികളാണ് ഇവിടെ എത്തുന്നത്. പക്ഷേ അവരെ തന്നെ ഒന്നും ബാധിച്ചിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം ഉണ്ടായി. അപ്പോൾ തന്നെ ആശുപത്രി അധികൃതരും ഒപ്പം തന്നെ ഫയർഫോഴ്സും ഇടപെട്ട് തീ പൂർണ്ണമായി അണച്ചു. ശരി, തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന് കാരണം എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലായിരിക്കുന്നത്. രോഗികളെ, ആശുപത്രിയുടെ പ്രവർത്തനത്തെയൊന്നും ഈ തീപിടുത്തം ബാധിച്ചിട്ടുമില്ല.